നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പീസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18, അടുത്ത മാസം 18-ാം തീയതിയാണ് നമ്മൾക്ക് പ്രിലിമിനറി എക്സാം ഉള്ളത്. അപ്പോൾ ഇനിയുള്ള ഒരു മാസം നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മളുടെ മാർക്ക്, അല്ലേ, നമ്മളത് പ്രിലിംസ് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയുള്ള ഒരു മാസത്തെ നമ്മളുടെ പഠനത്തെ അനുസരിച്ചിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലും മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നതാണ്. ഒരു ചോദ്യം പല ആവർത്തി നിങ്ങളുടെ കൺമുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ അത്രയും തവണ പറഞ്ഞുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എക്സാംസ് ഹാളിൽ നമുക്ക് ആ ഒരു ചോദ്യം വീണ്ടും കാണുമ്പോൾ ഒരു സംശയവും കൂടാതെ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റണം. അപ്പോഴേ നമ്മളുടെ ചാനലിൽ കൂടി ഇനി ചെയ്യാൻ പോകുന്നത് ദിവസവും 30 മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. മുൻവർഷ ചോദ്യങ്ങളുടെ കൂടെ റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഒരു ദിവസം 30 ചോദ്യം വെച്ചിട്ട് 30 ദിവസം കൊണ്ട് ഒരു 900 ചോദ്യം നമ്മൾ പഠിക്കും. നമുക്ക് പ്രിലിമിനറി എക്സാമിന് 100 മാർക്കിനാണ് എക്സാം ഉള്ളത്. 20 മാർക്ക് മാത്സിന് പോവും, 20 മാർക്ക് കറണ്ട് അഫെയറിന് പോവും. ബാക്കി 60 മാർക്കിൽ നമ്മൾ പഠിച്ച 900 ചോദ്യത്തിൽ നിന്ന് ഒരു 45 ചോദ്യം വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഒരിക്കലും PSC പാടെ മാറ്റിക്കളഞ്ഞിട്ടില്ല. അതിന് ഉദാഹരണമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഈ വർഷം നടത്തിയ പഴയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഈ 2026 മെയ് മാസം PSC നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 46/2026. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ചോദിച്ചിരിക്കുന്നത് തന്നെ നമ്മൾക്ക് വർഷങ്ങളായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 30 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത്. PSC ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് 1946 ഡിസംബർ 9. അടുത്തത്, ഭരണഘടനയുടെ 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടനയുടെ 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ ആണ് പാർലമെന്റിനാണ് അധികാരമുള്ളത്. നാലാമത്തെ ചോദ്യം, നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ്, അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്ര ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? മിശ്ര ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരെന്നാണ് ചോദ്യം. ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. ഏഴാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേളപ്പൻ. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് 1741. അടുത്തത്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം, അല്ലെ? ഇതൊക്കെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളാണ്, അല്ലെ? ഈ 2026-ലും PSC ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. പത്താമത്തത്, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് വക്കം മൗലവി. വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും PSC തുടക്കക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഈ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകുക. കേട്ടല്ലോ? അടുത്തത്, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത്, ഇതും നമ്മൾ സ്ഥിരം കാണുന്നതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ
വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലി. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണ് 1905 ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ മരണത്തെ കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ആരുടെ മരണത്തെ കുറിച്ചിട്ടാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആരെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻ സി ആണ് മഹാത്മാഗാന്ധിയുടെ മരണത്തെ കുറിച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? 1966 ജനുവരി 10 നിലവിൽ വന്ന തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഇന്ത്യയും പാകിസ്ഥാനും. അടുത്തത്, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാമാണ്? ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി ആണ് സോവിയറ്റ് യൂണിയൻ. അടുത്തത്, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ ബി ആണ് ഗുൽസാരിലാൽ നന്ദ. ആരാണ്? ഗുൽസാരിലാൽ നന്ദ. അടുത്തത്, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ആണ് ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏത്? ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആരവല്ലി പർവ്വത നിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ. അടുത്തത്, പശ്ചിമഘട്ട പർവ്വത നിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട പർവ്വത നിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് കിഴക്ക് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആലപ്പുഴയാണല്ലേ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചിട്ടുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, ഇത് ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻ ബി ആണ് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അടുത്തത്, കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് മത്തിയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം. അടുത്ത ചോദ്യം, കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? കേരളത്തില് റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? വയനാടും ഇടുക്കിയുമാണ് റെയിൽവേ ലൈൻ ഇല്ലാത്തത്. അപ്പോൾ 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം ആണ്. അടുത്തത്, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാമാണ്?
ആലപ്പുഴ, എറണാകുളം, കോട്ടയം. 1, 2, 3 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാവുന്നത്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ ഡി ആണ്, വിറ്റമിൻ ഡി. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് കണ. ഇതും PSC ഒത്തിരി വട്ടം ചോദിച്ചതാണ് അല്ലേ. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ്, തൃശ്ശൂർ ജില്ലയിലാണ് മണ്ണുത്തി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? ഓപ്ഷൻ സി ആണ്, നെല്ലിന്റെ സങ്കര ഇനം വിത്തുകളാണ് പവിത്രയും അന്നപൂർണയും. അടുത്തത്, കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏതാണ്? കൊഴുപ്പിൽ ലയിക്കാണ് ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത് അല്ലേ, ADEK. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബി. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 30 മുൻവർഷ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ, ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് കൂട്ടാനോ റിലേറ്റഡ് ഫാക്ട്സ് ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.